നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ പൂന്താനം തിരുമേനിയുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 107 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ചത്. ഇന്ന് 108ാമത്തെ ശ്ലോകം മുതൽക്ക് വായിക്കാം. ശ്രീരാമൻ തീർത്ഥയാത്രാവിധിയിൽ അസുരനെ കൊന്നു പുണ്യപ്രദേശാൻ ശ്രീകാശി കാഞ്ചി കാവേരികൾ മധുര മഹേന്ദ്രാദി കന്യാകുമാരി. ശ്രീരാമൻ സേതു ബന്ധിച്ചവിടമൊരു ധനുഷ്കോടി എന്നിങ്ങനെ താനോരോന്നേ സേവ ചെയ്തങ്ങമലമതി മുതാ വന്നതും കൈതൊഴുന്നേൻ. ഇവിടെ ശ്രീരാമൻ എന്ന് വെച്ചാൽ ശ്രീ ബലരാമൻ തീർത്ഥയാത്രാവിധിയിൽ തീർത്ഥാടനത്തിനായി പോകുന്ന വഴിയിൽ അസുരനെ കൊന്നു, ബല്വലൻ എന്ന അസുരനെ കൊന്ന് പുണ്യപ്രദേശാൻ ശ്രീകാശി കാഞ്ചി കാവേരികൾ മധുര മഹേന്ദ്രാദി കന്യാകുമാരി. കാശി, കാഞ്ചി, കാവേരി, മഹേന്ദ്രം, കന്യാകുമാരി. അതുപോലെ ശ്രീരാമൻ സേതു ബന്ധിച്ചവിടമൊരു ധനുഷ്കോടി എന്നിങ്ങനെ ശ്രീരാമൻ പണ്ട് സേതു ബന്ധിച്ച ധനുഷ്കോടി എന്നീ പുണ്യപ്രദേശങ്ങൾ സന്ദർശിച്ച് താൻ ഓരോന്നേ സേവ ചെയ്തങ്ങമലമതി മുതാ വന്നതും കൈതൊഴുന്നേൻ. ഇങ്ങനെ പുണ്യപ്രദേശങ്ങളൊക്കെ സന്ദർശിച്ച് ഓരോ സേവ ചെയ്ത് എന്ന് വെച്ചാൽ മഹർഷിമാർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്ത് അമലമതിയായി നിർമ്മലമായ ശുദ്ധമായ മനസ്സോടുകൂടി വളരെ സന്തോഷത്തോടെ തിരിച്ച് ദ്വാരകയിലേക്ക് വന്നു. ഈ കഥകളെല്ലാം സ്മരിച്ചുകൊണ്ട് അങ്ങയെ ഞാൻ വന്ദിക്കുന്നു. ഇവിടെ ബലരാമൻ മഹാഭാരത യുദ്ധത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ കണ്ട് പാണ്ഡവരായാലും കൗരവരായാലും തനിക്ക് വേണ്ടപ്പെട്ടവരാണ് എന്നുള്ളത് കൊണ്ട് താൻ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ച് യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ തീർത്ഥാടനത്തിനായിട്ട് പുറപ്പെടുകയാണ്. അങ്ങനെ ബലരാമൻ പല പുണ്യതീർത്ഥ സ്ഥലങ്ങളും സന്ദർശിച്ചിട്ട് ഗോമതി നദിയുടെ തീരത്തുള്ള മഹർഷികളുടെ തപോസങ്കേതമായ നൈമിശാരണ്യം എന്ന പുണ്യ സങ്കേതത്തിൽ എത്തിച്ചേരുകയാണ്. ബലരാമന്റെ ആ ആഗമനം കണ്ട് അവിടെയുള്ള മഹർഷിമാര് ആദരപൂർവ്വം എഴുന്നേറ്റ് വന്ദിച്ച് അദ്ദേഹത്തിനെ വേണ്ട വിധത്തിൽ സൽക്കരിച്ച് ഉപവിഷ്ടനാക്കി. ആ സമയം ഈ മഹർഷിമാരുടെ നടുവില് ഉന്നതമായ ആസനത്തിലിരിക്കുന്ന സൂത പൗരാണികൻ തന്നെ കണ്ടിട്ട് യാതൊരു ബഹുമാനവും പ്രകടിപ്പിക്കാതെ ഇരിക്കുന്നത് കണ്ടിട്ട് ബലരാമന് വല്ലാത്ത ദേഷ്യം വന്നു. അഹങ്കാരിയായ ഇവൻ വധാർഹനാണ് എന്ന് ചിന്തിച്ചിട്ട് ആ രോമഹർഷണൻ എന്ന സൂതനെ ദിവ്യാസ്ത്രം അഭിമന്ത്രിച്ച കുശതൃണം കൊണ്ട് വധിച്ചു. ഇത് കണ്ട് മഹർഷിമാരെല്ലാം ബലരാമനോട് പറഞ്ഞു, ഇത്രയും മഹാത്മാവായ ലോകവന്ദ്യനും സകല ജനപൂജ്യനും വിജ്ഞാനനിധിയുമായ ഈ സൂത പൗരാണികനെ അങ്ങ് എന്തിനാണ് വധിച്ചത്? ബ്രഹ്മാസനം നൽകി അദ്ദേഹത്തെ ഞങ്ങൾ പൂജിക്കുന്ന സമയത്താണ് അങ്ങ് കയറി വന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം അവിടുന്ന് എഴുന്നേൽക്കാതിരുന്നതും. അങ്ങേക്ക് ഈ മഹാത്മാവിന്റെ രഹസ്യം അറിയാൻ കഴിയാഞ്ഞത് അത്ഭുതം തന്നെ. വ്യാസപ്രണീതങ്ങളായ മഹാപുരാണങ്ങളെ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരുന്നവനായ ഇദ്ദേഹത്തിന്, ഈ പുണ്യാത്മാവിനെ വധിച്ചത് വളരെ കഷ്ടമായി പോയി എന്നൊക്കെ അവർ ബലരാമനോട് ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പോൾ തൻ്റെ ആ അഹങ്കാരത്തെ പറ്റി ഓർത്ത് ബലരാമന് വല്ലാത്ത പശ്ചാത്താപം തോന്നി. എന്നിട്ട് ആ മഹർഷി പുങ്കവന്മാരോട് ബലരാമൻ ക്ഷമായാചനം നടത്തി. ഇതിന് പ്രായശ്ചിത്തമായിട്ട് താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആ മഹർഷികളോട് ബലരാമൻ വിനയപുരസരം ചോദിച്ചു. ഞങ്ങൾക്ക് ഹരികഥ ഉപദേശിക്കാൻ വന്ന സൂത പൗരാണികനെയാണ് അങ്ങ് വധിച്ചത്. ആ കഥയ്ക്ക് വിഘ്നം വരാതെ അത് കേൾക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ വീണ്ടും ജീവിപ്പിക്കണം എന്നാണ് ആ ഋഷി മുനിമാര് പറഞ്ഞത്. ആ സമയം ബലരാമൻ തൻ്റെ ദിവ്യശക്തിയാൽ ആ സൂതൻ്റെ ശരീരത്തിൽ നിന്നും
ഒരു പുത്രഭാവത്തിലുള്ള ഒരു പുതിയ സൂതനെ ഉണ്ടാക്കി. ഉഗ്രശ്രവസ് എന്ന പേരും അദ്ദേഹം സൂതന് നൽകുകയും ചെയ്തു. ഇദ്ദേഹവും സൂത പൗരാണികനായി തന്നെ ഗണിക്കപ്പെടുമെന്നും പറയുന്നു. പിന്നീട് മഹർഷിമാരുടെ ഇച്ഛയ്ക്കനുസരിച്ച് യാഗങ്ങൾ മുടക്കിയിരുന്ന ബല്വലൻ എന്ന അസുരനെ വധിച്ച് ആ താപസശ്രേഷ്ഠരെ സന്തുഷ്ടരാക്കി തൻ്റെ തീർത്ഥയാത്ര തുടരുന്നു. അങ്ങനെ ബലരാമൻ പല പല പുണ്യതീർത്ഥങ്ങളിൽ നിമജ്ജനം ചെയ്തും പുണ്യതീർത്ഥസ്ഥലങ്ങൾ സന്ദർശിച്ചും നിർമ്മലമായ മാനസത്തോടെ തിരിച്ച് ദ്വാരകയിലേക്ക് തന്നെ എത്തിയതും ഞാൻ കൈതൊഴുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകം. നിർമായം താൻ കുചേലൻ ദ്വിജവരനവിടം വിട്ടുവേറിട്ടുവേട്ടാനുന്മാനില്ലാഞ്ഞലഞ്ഞാൻ പുനരൊരു ദിവസം ദ്വാരകാം കണ്ടു ചെന്നാൻ. സമ്മോദം പൂണ്ടിരുന്നാൻ അവിലരി തിരുമുൽക്കാഴ്ച വെച്ചാൻ. പ്രഭാതേ ബ്രഹ്മാനന്ദേന പോന്നാൻ ധനധന വിഭവം കൊണ്ടുവെക്കം ജയിച്ചാൻ. നിർമായം താൻ കുചേലൻ, മായ ഭക്തനായ, അതായത് നിർവ്യാജ ഭക്തനായ ആ കുചേലൻ ദ്വിജവരനാണ്, ബ്രാഹ്മണ ശ്രേഷ്ഠനാണ്. നിർവ്യാജ ഭക്തനായ ആ ബ്രാഹ്മണ ശ്രേഷ്ഠനായ കുചേലൻ കൃഷ്ണന്റെ ആത്മാർത്ഥ സുഹൃത്തുമാണ്. അവിടം വിട്ടു വേറിട്ടു വേട്ടാൻ. അവിടം വിട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുകുലവാസം കഴിഞ്ഞ് അവിടുന്ന് വിട്ട് സാന്ദീപനിയുടെ ആശ്രമത്തിൽ നിന്ന് പോന്നിട്ട് കൃഷ്ണനും കുചേലനും വേറെ വേറെ വഴിക്കാണല്ലോ പോയത്. വേറിട്ട് വേട്ടാൻ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചു, വിവാഹം ചെയ്ത് അതിനുശേഷം ഉന്മാനില്ലാഞ്ഞലഞ്ഞാൻ, ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാതെ, അതായത് ദാരിദ്ര്യ ദുഃഖം കൊണ്ട് അലയുകയായിരുന്നു, വിഷമിക്കുകയായിരുന്നു. പുനഃ ഒരു ദിവസം ദ്വാരകാം കണ്ടു ചെന്നാൻ. പിന്നെ ഒരിക്കൽ ദ്വാരകയിൽ ചെന്ന് ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടു, സന്ദർശിച്ചു. ആ കഥ എല്ലാവർക്കും അറിയുണ്ടാവും. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ദാരിദ്ര്യ ദുഃഖം കൊണ്ട് വിഷമിച്ച് വിശപ്പ് കൊണ്ട് അസ്ഥിപഞ്ചര ശരീരങ്ങളായ ആ കുഞ്ഞുങ്ങളെ കണ്ട് ദുഃഖിച്ച കുചേലപത്നി കരുണാവാരിധിയായ ശ്രീകൃഷ്ണ ഭഗവാനെ ചെന്ന് കണ്ടാൽ തങ്ങളുടെ ദാരിദ്ര്യ ദുഃഖത്തിന് ശമനമുണ്ടാകും എന്ന് കുചേലനോട് പറയുകയാണ്. അങ്ങനെ പത്നിയുടെ ആ പ്രേരണ കാരണമായി ഒരു ദിവസം ദ്വാരകാം ചെന്നു കണ്ടാൻ. ഒരു ദിവസം ദ്വാരകയിൽ ചെന്ന് ഭഗവാനെ സന്ദർശിച്ചു. പിന്നീട് സമ്മോദം പൂണ്ടിരുന്നാൻ അവിലരി തിരുമുൽക്കാഴ്ച വെച്ചാൻ. കുചേലപത്നി എവിടെ നിന്നൊക്കെയോ എരന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു പിടി നെല്ല് അത് ഇടിച്ച് അവിലാക്കി ഒരു കീറത്തുണിയിൽ പൊതിഞ്ഞിട്ട് ഭർത്താവായിട്ടുള്ള കുചേലന്റെ കയ്യിൽ കൊടുത്തു. അതുമായിട്ടാണ് കുചേലൻ ദ്വാരകയിൽ എത്തിച്ചേർന്നത്. ജഗൽപതിയും ഐശ്വര്യമൂർത്തിയുമായ ശ്രീകൃഷ്ണ ഭഗവാന് ഈ കീറത്തുണിയിൽ പൊതിഞ്ഞ ആ അവിൽ കിഴി സമർപ്പിക്കാൻ നാണിച്ച ആ കുചേലന്റെ പക്കൽ നിന്ന് സർവജ്ഞനായ ശ്രീകൃഷ്ണ ഭഗവാൻ അത് കുചേലന്റെ കയ്യിൽ നിന്ന് ബലേന പിടിച്ചെടുത്ത് ഭക്ഷിക്കുകയാണ്. എന്നിട്ടോ പ്രഭാതേ ബ്രഹ്മാനന്ദേന പോന്നാൻ ധനധനെ വിഭവം കൊണ്ടു വെക്കം ജയിച്ചാൻ. പ്രഭാതത്തിൽ ഒരു ദിവസം കൃഷ്ണനോടൊത്ത് ആ ദ്വാരകയിൽ താമസിച്ചു. ശ്രീകൃഷ്ണ ഭഗവാന്റെയും രുക്മിണി ദേവിയുടെയൊക്കെ ആ സൽക്കാരങ്ങളൊക്കെ അനുഭവിച്ച് രാവിലെ ബ്രഹ്മാനന്ദേന പോന്നാൻ, എല്ലാ ദുഃഖങ്ങളും മറന്ന് ശുദ്ധ ബ്രഹ്മാനന്ദത്തോടു കൂടി തിരിച്ചു പോന്നു. എന്നിട്ടോ ഭഗവാൻ ആ സമ്പത്ത് കൊണ്ട് കുബേരനെ പോലും ജയിക്കുന്ന വിധത്തിലാണ് അനുഗ്രഹിച്ചത്. എന്ന് വെച്ചാൽ ആ അനുഗ്രഹം കൊണ്ട് സമ്പൽ സമൃദ്ധിയുടെ കാര്യത്തിൽ ഏറ്റവും ധനികനായ കുബേരനേക്കാളും മുകളിലായി കുചേലൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത്. അതുണ്ടെങ്കിൽ പിന്നെ
ബാക്കി സമ്പൽ സമൃദ്ധികളൊക്കെ അതിനു മുന്നിൽ നിഷ്പ്രഭമാണ്. ഇവിടെ കുചേലന് ഭഗവാന്റെ ആ കാരുണ്യവും അനുഗ്രഹവും സമ്പത്തും എല്ലാം ഒരുമിച്ച് പ്രാപ്തമായി എന്നാണ് പറയുന്നത്. ഈ കുചേലനാകട്ടെ ഈ ഭോഗങ്ങളിലൊന്നും ഭ്രമിക്കാതെ വിഷയാസക്തനാകാതെ സദാ ഭഗവാന്റെ ആ പാദകമലങ്ങളെ ധ്യാനിച്ച് അവസാനം സജ്ജനാശ്രിതമായ ഭഗവത് പദത്തെ പ്രാപിച്ചു. ഈ കഥ എല്ലാവരും ധാരാളം കേട്ടതായിരിക്കുമല്ലോ. എന്നാലും സന്ദർഭം വന്നപ്പോൾ ഞാനൊന്ന് ചെറുതായി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ബാക്കി ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം. എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ